നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. അങ്ങനെ PV അൻവർ ഔദ്യോഗികമായി UDFിൽ എത്തുകയാണ്. 27-ാം തീയതി കൊച്ചിയിൽ ചേരുന്ന UDF നേതൃയോഗം PV അൻവറിനെ UDFിൽ എത്തിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും. മുസ്ലിം ലീഗിൻ്റെയും രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെയും ശക്തമായ പിന്തുണയോടും പിൻബലത്തോടും കൂടിയാണ് PV അൻവർ UDFിലേക്ക് കാലെടുത്തു വയ്ക്കുന്നത്. പിണറായിക്കൊപ്പമായിരുന്നപ്പോൾ UDFിനെതിരെ അതിശക്തമായ വിമർശനങ്ങൾ അഴിച്ചുവിട്ട PV അൻവർ ഇപ്പോൾ അതെല്ലാം മറന്നേക്കൂ, ഞാൻ UDFകാരനാണ്, പഴയ കോൺഗ്രസ്സുകാരനാണ് എന്ന് പറഞ്ഞ് സമസ്താപരാധങ്ങളും ഏറ്റുപറഞ്ഞാണ് UDFിലേക്ക് എത്തുന്നത്. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് പോലും പറഞ്ഞ PV അൻവറെ അത്ര പെട്ടെന്ന് UDFിലേക്ക് എടുക്കുന്നതിൽ കോൺഗ്രസിന് ചെറിയ അസംതൃപ്തി ഉണ്ടായിരുന്നു. എന്നാൽ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ LDF അത്ര മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കുകയും അടുത്ത തവണ ഒരു മൂന്നാം LDF ഭരണത്തിന് സാധ്യതയുണ്ടാവുകയും ചെയ്യുമെന്ന സൂചന ലഭിച്ചതോടെ UDF ജാഗരൂകരായി, അലർട്ടായി. അതോടുകൂടി പരമാവധി പിണറായി വിരുദ്ധ ശക്തികളെ ഏകോപിപ്പിക്കുക എന്നതായി UDF നേതാക്കളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ PV അൻവറെ എത്രയും പെട്ടെന്ന് UDFിൽ എടുക്കണം, അല്ലെങ്കിൽ UDFിനോട് അടുപ്പിക്കണം. ഇനി അദ്ദേഹത്തെ ശൂന്യാകാശത്ത് നിർത്തുന്നതിൽ അർത്ഥമില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും കരുതുന്നത്. ഏതായാലും അൻവർ ഇനി നിലമ്പൂരിൽ മത്സരിക്കില്ല. അതിനു പകരം പട്ടാമ്പിയോ തവനൂരോ ആണ് അൻവർ മത്സരിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുക. പട്ടാമ്പി CPIയുടെ സീറ്റാണ്. മുഹമ്മദ് മൊഹസിൻ ആണ് അവിടെ CPIയുടെ MLA. തവനൂരിൽ സാക്ഷാൽ KT ജലീലാണ് ഇപ്പോൾ MLA, മുൻ മന്ത്രി. ലീഗിൽ നിന്നും കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പടവാളിലാക്കി പുറത്തു വന്ന അതേ KT ജലീൽ ഇപ്പോൾ തവനൂരിൽ ഇടത് പിന്തുണയുള്ള MLA ആണ്. തവനൂരിൽ KT ജലീലിനെതിരെ PV അൻവറിനെ മത്സരിപ്പിക്കണമെന്നാണ് ലീഗ് നേതൃത്വത്തിൻ്റെ ആഗ്രഹം. ലീഗ് നേതൃത്വം അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും കോൺഗ്രസിന് വേറെ റോളൊന്നുമില്ല. കോൺഗ്രസ് അത് അംഗീകരിക്കുക മാത്രമാണ് ചെയ്യുക. ഏതായാലും തവനൂർ സീറ്റ് ശരിക്കും കോൺഗ്രസിൻ്റെ സീറ്റാണ്. ആ സീറ്റ് PV അൻവറിന് കൊടുക്കുന്നതോടെ പ്രഥമദൃഷ്ട്യ അൻവർ കോൺഗ്രസ്സുകാരനായി മാറും. തവനൂരിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ പതിയെ കോൺഗ്രസിലേക്ക് അൻവറിനെ പ്രവേശിപ്പിക്കാം, കോൺഗ്രസിൽ അംഗത്വം നൽകി പാർട്ടിക്കാരനാക്കാം എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. നിലമ്പൂരിൽ DCC പ്രസിഡന്റ് VS ജോയിയോ അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് തന്നെയോ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ആര്യാടൻ ഷൗക്കത്തിന് PV അൻവർ എതിരാണെങ്കിലും കോൺഗ്രസ് അക്കാര്യത്തിൽ ഒരു കടുത്ത നിലപാട് കൈക്കൊള്ളുകയാണെങ്കിൽ അദ്ദേഹത്തെ തന്നെ അവിടെ മത്സരിപ്പിക്കുന്നതിൽ PV അൻവർ എതിർക്കില്ല. എന്നാൽ അൻവറിൻ്റെ മനസ്സിൽ DCC പ്രസിഡന്റ് VS ജോയ് തന്നെയാണ്. അത് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തതാണ്. ഏതായാലും തവനൂരിൽ KT ജലീലിനെതിരെ PV അൻവറെ മത്സര രംഗത്തിറക്കിയാൽ തവനൂർ സീറ്റ് പിടിച്ചെടുക്കാമെന്ന ഉറച്ച നിർദ്ദേശമാണ്, ഉറച്ച വിശ്വാസമാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിനുള്ളത്. അതേ വിശ്വാസം തന്നെ PV അൻവറിനും ഉണ്ട്. അതുകൊണ്ട് തന്നെ തവനൂരിൽ മത്സരിക്കാൻ അൻവർ റെഡിയായിരിക്കുകയാണ്. ഇനി UDF നേതൃത്വത്തിൻ്റെ അനുമതി പച്ചക്കൊടി കൂടി കിട്ടണം. 27-ാം തീയതി ചേരുന്ന യോഗത്തിൽ PV അൻവറെ UDFിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുള്ള കാര്യങ്ങൾ UDF യോഗം ചർച്ച ചെയ്യും. വരുന്ന ദിവസങ്ങളിൽ ഏതാണ്ട് ഒരു ഏപ്രിൽ അല്ലെങ്കിൽ മെയ് ജൂണോട് കൂടി തന്നെ PV അൻവർ ഔദ്യോഗികമായി UDFിലെത്തും. തൃണമൂൽ കോൺഗ്രസിലൂടെ അദ്ദേഹം UDFിലെത്തുമെന്നാണ് അറിയുന്നത്. എങ്കിൽ തന്നെയും തൃണമൂൽ കോൺഗ്രസിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലാണെങ്കിലും UDF സ്വതന്ത്രനായിട്ട് അൻവർ തവനൂരോ പട്ടാമ്പിയിലോ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. അതിൽ തവനൂരിൽ മത്സരിക്കാൻ സാധ്യത കൂടുതൽ KT ജലീലിനെ തോൽപ്പിക്കുക എന്നത് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും പ്രസ്റ്റീജാണ്. ആ പ്രസ്റ്റീജ് മത്സരത്തിൽ PV അൻവറിനെ ഇറക്കി KT ജലീലിനെ വെട്ടുക എന്നുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ കോൺഗ്രസിനും ലീഗിനും ഉള്ളത്. ഏതായാലും PV അൻവർ UDFിൽ എത്താൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ.